ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മോർണിംഗ് റുട്ടീൻ കാണിക്കുന്നത് സൺഡേ ആയിട്ടോ. അപ്പൊ രാവിലെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം. അപ്പൊ കുറച്ച് നേരത്തെ എണീറ്റ്, കാരണം 9:30 ആകുമ്പോൾ പള്ളിയിൽ കുർബാന തുടങ്ങും. അപ്പൊ അതിൽ 9:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോയാൽ നമുക്ക് കുർബാന തുടങ്ങും പള്ളിയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ചേട്ടായി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ പിടിച്ചു വേണം പോവാൻ. എന്നാൽ ഇവന്മാരെ ഒരുക്കി എല്ലാം റെഡി ആക്കുകയും ചെയ്യണം. ജോഷുവിനെ വേദപാഠത്തിന് ചേർക്കാനും കൂടി ആയിട്ടാ പോകുന്നത്. പക്ഷെ അങ്ങനെല്ലാം വിചാരിച്ച് കൂടെ ചേർക്കാൻ പറ്റിയില്ല. കാരണം ഉമ്മാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ് ഓൾറെഡി ഫോൺ എടുക്കാൻ മറന്നും പോയി. പിന്നെ ഇവരും ഭയങ്കര അലമ്പായിരുന്നു. ജുവാനാണെങ്കിൽ കരച്ചിലും ഒന്നും പറയണ്ട. എന്നിട്ട് പിന്നെ പള്ളിയിലായാലും ഇന്ന് കുറെ താമസം ഉണ്ടായിരുന്നു വേദോടെ പിള്ളേർക്കൊക്കെ. അതുകൊണ്ട് എന്തായാലും ചേർക്കാൻ പോയി ഞങ്ങള് തിരിച്ച് ഫോൺ എടുക്കാത്തതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് നടന്നു വരേണ്ടിയും വന്നു. അങ്ങനെ അവശതയോടുകൂടി ഞങ്ങളുടെ പള്ളി പോക്ക് ഇന്ന് അങ്ങനെ ആയിപ്പോയി. അപ്പൊ രാവിലെ എണീറ്റ് ഞാൻ ഫ്രഷായി. ഞാൻ എപ്പോഴും രാവിലെ ആയിട്ട് പല്ലൊക്കെ തേച്ച് ഫേസ് ഒക്കെ കഴുകി ഫ്രഷ് ആയതിനു ശേഷം മാത്രമേ അടുക്കളയിലേക്ക് പോകത്തുള്ളൂ. ഇടക്കാലത്ത് അല്ലാതെ തന്നെ എണീറ്റപടി അങ്ങ് കയറി പോവായിരുന്നു. അപ്പൊ പിന്നെ എപ്പോഴും ഇങ്ങനെ ഉറക്കം കുറേ നേരത്തേക്ക് ഉറക്കം അങ്ങ് നീക്കും, പോകുകയില്ല. നമുക്കിങ്ങനെ ഉറങ്ങണം ഉറങ്ങണം എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്താഗതി തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ നല്ലോണം ഫേസ് വാഷ് ഇട്ടങ്ങ് വാഷൊക്കെ ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ കിച്ചണിലേക്ക് പോകത്തുള്ളൂ. അങ്ങനെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടുവേ. മീൻസ് നമ്മളെന്താ പറഞ്ഞ അങ്ങനെ ഉറക്കമൊന്നും നമുക്ക് ഉറങ്ങണമെന്നോ അങ്ങനത്തെ ഒരു തോന്നലോ അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. രാവിലെ എണീക്കുമ്പോൾ കിച്ചണിൽ ചെല്ലുമ്പോൾ ഉറക്കമൊക്കെ തൂങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ നല്ലോണം കഴുകി തലമുടിയൊക്കെ ഒന്ന് ഈരി സെറ്റാക്കിയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ നമ്മുടെ ഉറക്കച്ചടമൊക്കെ അങ്ങ് മാറി കിട്ടും. അല്ലെങ്കിൽ എനിക്ക് എന്താ പറഞ്ഞ എണീറ്റ് കഴിയുമ്പോഴേ പിന്നെ ഞാൻ കണ്ണൊന്ന് ഫുള്ള് തുറന്നിട്ട് അടുക്കളയിൽ പോയി ചായയൊക്കെ ആക്കിയാൽ എനിക്ക് പിന്നെ ഉറങ്ങണം അങ്ങനെ ചിന്ത വരും. അപ്പൊ വേഗം എണീറ്റു. പിള്ളേരൊന്നും എണീറ്റിട്ടില്ല. അവന്മാരെ ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ഞാൻ എണീറ്റ് പോകുന്ന കഴിയുമ്പോൾ ഇവർക്ക് എണീക്കാൻ സമയമൊക്കെ ആകാനാവുമ്പോഴേക്കും. അങ്ങനെ ആകുമ്പോൾ കുറച്ച് സമയം ഈ ഫാനിന്റെ കാറ്റ് കിട്ടാതിരിക്കുമ്പോൾ ഒരു മെല്ലെ എണീക്കും. പക്ഷെ ജുവാന എന്റെ ഒപ്പം തന്നെ എണീറ്റ് വന്ന് ഇപ്പുറത്ത് കട്ടിലേക്ക് കിടപ്പുണ്ട് കേട്ടോ. ജോഷു എണീറ്റ് അവർക്ക് കുഴപ്പമില്ല, എന്നെ എല്ലാ പണിയും ചെയ്യാൻ വേണ്ടി അവന് ശല്യപ്പെടുത്തൊന്നുമില്ല. പക്ഷെ ജുവാന എണീറ്റെങ്കിൽ ഒരു പണി അവൻ ചെയ്യിപ്പിക്കത്തുമില്ല. അവനിങ്ങനെ ഫുൾ ടൈം എടുത്തോണ്ട് നടക്കുകയും ചെയ്യണം. അവനിങ്ങനെ LKG പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ നിലത്ത് നിൽക്കത്തേ ഇല്ല. അവന് ഫുൾ ടൈം എടുക്കണം. വേറെ വീട്ടിൽ ചേട്ടായി ഉണ്ടെങ്കിൽ ചെറുപ്പത്തിലും പോകത്തില്ല. ഞാൻ തന്നെ ഫുൾ ടൈം എടുത്തോണ്ട് നിൽക്കണം കേട്ടോ. എത്ര പറഞ്ഞാലും അവൻ താഴെ നിൽക്കില്ല. നമ്മളെന്നാ പിന്നെ താഴെ നിർത്തിയിട്ട് പോവാന്ന് വിചാരിച്ചാല് പിന്നെ കരച്ചില്. അപ്പൊ അതിലും വേഗം നമ്മൾ ഉറങ്ങും. കൈ വേദന എടുത്താലും വേണം ഇതിനെ എടുത്തോണ്ട് നടക്കാം. പക്ഷെ വന്നിട്ട് എണീറ്റിട്ടില്ല. പള്ളിയിൽ പോകണമെങ്കിൽ ഏകദേശം സമയം പോവുകയും ചെയ്തു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തലേദിവസം ആക്കിയ ബീഫ് കറി ഉണ്ടായിരുന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിട്ടില്ല. ബീഫ് കറി ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ലേ കഴിക്കാനുള്ളൂ, വേറെ ആരും കഴിക്കാനില്ലല്ലോ. അപ്പൊ കറി കുറെ ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പൊ ഇന്ന് രാവിലെ പുട്ടും കൂടി ആക്കുവാണെങ്കിൽ അതും കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോകാം. അപ്പൊ പ്രത്യേകിച്ച് രാവിലെ വലിയ പണിയൊന്നുമില്ല. ഈ കോഴീനെയും ഈ പൂച്ചേനെയും താറാവിനെ കൊണ്ട് അവരുടെ കാര്യങ്ങളും സെറ്റിൽ ചെയ്യേണ്ട ചെറിയൊരു പണി മാത്രമേ ഉള്ളൂ. അപ്പൊ പൂച്ചക്കുഞ്ഞിന് രാവിലെ കുഞ്ഞുങ്ങളല്ലേ, ആദ്യം എന്താ പറഞ്ഞാൽ അവരുടെ തള്ളപ്പൂച്ച അധികം പാലൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഇട്ടിട്ട് പോയത്. അപ്പൊ ഞാൻ എല്ലാ ദിവസം രാവിലെ അവർക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അവരും പൂച്ചയെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളല്ലേ, അതുങ്ങൾ രണ്ടും കൂടി പാലൊക്കെ കുടിക്കും. അതല്ല രസം, അവര് പാല് കുടിക്കുമ്പോ അവരുടെ കൂടെ താറാവ് കുടിക്കും. താറാവ് രണ്ടു കൊത്തിന് അവരുടെ പാലങ്ങ് തീർക്കും. താറാവിന്റെ പുറകെ. അപ്പൊ താറാവിന് തവിട് തീർന്നു പോയി. എപ്പോഴും അവിടെ ഞാൻ തവിട കുഴച്ചു കൊടുക്കും. ഇപ്പൊ ഒരാഴ്ചയായിട്ട് തവിട് തീർന്നു. പിന്നെ വാങ്ങാനായിട്ട് ഞാന് ടൗണിലോട്ട് അങ്ങനെ പോകുന്നില്ല. പിള്ളേർ സ്കൂളിൽ പോകുന്നതും ഇപ്പൊ നടന്നു പോകേണ്ട ദൂരമല്ല, ടൗണിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് താറാവിന് തീറ്റ കിട്ടുന്നില്ല. പാവം. എന്തിന് വേറെ വെള്ളം കുടിച്ച് ഞാൻ കുറച്ച് ചോറ് കൊടുത്തു, അത് തിന്നു. പിന്നെ ഞാൻ ഇച്ചിരി അരി എന്തെങ്കിലും കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അരി അങ്ങ് കൊണ്ടിട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ പിന്നെ തറ സന്തോഷം. പിന്നെ അരിയൊക്കെ തിന്ന് അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് അരിയും കുറച്ച് ചോറ് തിന്നും, പിന്നെ വെള്ളം കുടിക്കും, പിന്നെ ഓടിപ്പോയിട്ട് അവരുടെ പൂച്ചയുടെ പാല് ബാലൻസ് കുടിക്കുന്നതൊക്കെ താറാവിന്റെ പരിപാടി. അവരെ സെറ്റാക്കി കഥകൊക്കെ അടച്ചു. കഥക് അടച്ചിട്ടില്ലെങ്കിൽ താറാവും പൂച്ച ചാടി ഉള്ളിൽ കയറുവേ. പൂച്ചേനെ കൊണ്ട് കുഴപ്പമില്ല, താറാവ് ഉള്ളിൽ കയറി അപ്പിയൊക്കെ ഇട്ടിട്ട് പോകും. അതുകൊണ്ട് ഞാൻ വേഗം ഉള്ളിൽ കയറുമ്പോഴേ അങ്ങ് കഥക് അടച്ചിടും. അല്ലെങ്കിൽ നല്ല വൃത്തികേടാക്കും. ഇനി അപ്പി ഇട്ടില്ലെങ്കിൽ ഇവരുടെ കാലിലെ വെള്ളവും മുറ്റത്തോട്ട് ഉള്ളിലോട്ട് കയറുമ്പോൾ വൃത്തികേടാക്കി വിടും. അപ്പൊ ഞാൻ വേഗം വന്നിട്ട് ചായ ആക്കാന്ന് വെച്ചു. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് ഇനിയിപ്പം ചായ വെക്കണം, പുട്ടും ആക്കേണ്ട പരിപാടിയേ ഉള്ളൂ. ബീഫ് കറി ഓൾറെഡി നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. പിള്ളേർക്കായാലും പുട്ട് ഭയങ്കര ഇഷ്ടം. അപ്പം ജുവാന് രാവിലെ പാലും കൊടുക്കാം. ജുവാനാണ് എല്ലാ ദിവസം രാവിലെ എണീക്കുന്നത് ഒരു ഗ്ലാസ് പാലും ഒരു 2-3 ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ട്. കാരണം അവനെ ജോഷുവ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിലേ എണീക്കുള്ളൂ.
ജുവാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആകുന്നതിനേക്കാളൊക്കെ നേരത്തെ ഞാൻ എണീക്കുന്ന സമയത്ത് തന്നെ അവനും എണീറ്റ് വരും. അപ്പൊ അവൻ ആ സമയം വരെ വിശക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവന് ഒരു പാലും കാച്ചി അതിന്റെ കൂട്ടത്തിൽ 2-3 ബിസ്ക്കറ്റും കൂടി കൊടുക്കും. അപ്പൊ പിന്നെ അവൻ കുറച്ച് കഴിയുമ്പോൾ ചില ദിവസങ്ങൾ ഞാൻ ഇന്ന് കുറച്ചു നേരം കയ്യിലുണ്ടായിരുന്നു, ഇന്നിപ്പം പോയി TV കണ്ടു. ചില ദിവസം ഫുൾ ടൈം കയ്യിൽ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പാലൊക്കെ കുടിച്ച് പുള്ളിയാടാൻ അനങ്ങാതെ വയറൊക്കെ ചെന്ന് അറിയുമല്ലോ, അങ്ങ് ഇരുന്നോളൂ. ഇന്നെന്തായാലും കുറച്ചു നേരം പാലൊക്കെ കുടിച്ച് പുള്ളി അനങ്ങാതെ ഇരുന്നതുകൊണ്ട് എന്നിട്ടും ഞങ്ങൾക്ക് പള്ളി പോകുമ്പോൾ സമയം ലേറ്റ് ആയി കേട്ടോ. രണ്ടുപേരും എണീക്കണ്ടേ, ജുവാനും എണീക്കണം, ജുവാൻ നേരത്തെ എന്തെങ്കിലും ജോഷുവിന് ഭയങ്കര ഉറക്കം, അത്ര വിളിച്ചാലും എണീക്കത്തില്ല. അത് എങ്ങനെയൊക്കെ ഒരുക്കി പറക്കി രണ്ടിനെയും കൂട്ടി പള്ളിയിൽ പോയി. വേദപാഠത്തിന് ചേർക്കാനും പറ്റിയില്ല. ഞാൻ പറഞ്ഞു രണ്ടുപേരും കൂടി ഭയങ്കര വഴക്കൊക്കെ ആയിട്ട്. ഒറ്റയ്ക്കാകുമ്പോ രണ്ടുപേരും കൂടി എന്താ പറയുക നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. ഒന്ന് അങ്ങോട്ടോടും ഒന്ന് ഇങ്ങോട്ടോടും, അങ്ങോട്ടും മാന്തി ഇങ്ങോട്ടും മാന്തും, ഇതൊക്കെ രണ്ടുപേരുടെയും കൂടി ജോലി. എന്നാൽ ജോഷുവിനെ പേടിപ്പിച്ചാൽ അടങ്ങി നിൽക്കും, ജുവാനെ പേടിപ്പിച്ചിട്ടും കാര്യമില്ല. നമ്മൾ പേടിപ്പിക്കും തോറും അവന്റെ വാശി കൂടുകയുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ എവിടെ പോയാലും ഇവർക്ക് ഇച്ചിരി വാശിയാകുമ്പോഴേ പിന്നെ ഞാൻ അങ്ങ് തിരിച്ചു പോരും. അതുകൊണ്ട് അങ്ങനെ അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് ഞാൻ ചായയും തിളപ്പിച്ചു, പാലൊക്കെ തിളപ്പിച്ചു വെച്ചു. അപ്പൊ ഉച്ചക്കത്തേക്ക് ചോറും കൂടി അങ്ങ് ജസ്റ്റ് തിളപ്പിച്ച റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വരും ഭക്ഷണം കഴിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ വിശന്നല്ലേ തിരിച്ചു വരുള്ളൂ. അത് അരിയെല്ലാം കഴുകി ഞാൻ വേഗം ഗ്യാസിലോട്ട് അങ്ങ് വെച്ചു കേട്ടോ. പിന്നെ തിളച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിലിട്ട് വെച്ച് നമുക്ക് എപ്പോഴാണോ കഴിക്കാനാവും അന്നേരത്തേക്ക് എടുത്ത് അങ്ങ് വാർത്ത് നമുക്ക് നല്ല ചൂടോടുകൂടി ചോറ് കഴിക്കാൻ പറ്റും. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ രാവിലത്തെ കഴുകാനൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് പള്ളിയിൽ പോവുകയാണ് ചെയ്തത്. പുട്ടിന് ഞാൻ ഓൾറെഡി പുട്ടുപൊടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ അജ്മിയുടെ പുട്ടുപൊടി. ഞാൻ എപ്പോഴും എനിക്ക് പച്ചരി അങ്ങനെ പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കാനായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഒന്നും ഞാൻ ആയിട്ടില്ല. എനിക്ക് അറിയത്തുമില്ല അങ്ങനെ പച്ചരി പൊടിച്ച് മിക്സി പൊടിച്ചാക്കാനൊന്നും. പിന്നെ അതിനേക്കാളും എനിക്കിഷ്ടം ഈ വാങ്ങുന്ന പുട്ടുപൊടിയാണെങ്കിൽ വളരെ ഈസി ഉണ്ട്. പച്ചരി പുട്ടിനേക്കാളും കുറച്ചും കൂടി രുചി വാങ്ങുന്ന പുട്ടുപൊടിയല്ലേ. അപ്പൊ ഞാൻ പുട്ടുപൊടി അങ്ങനെ വാങ്ങിയിട്ട് അതുകൊണ്ട് അങ്ങ് പുട്ടുണ്ടാക്കും കേട്ടോ. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചായയും ബീഫ് കറിയുമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലാത്തൊരു സൺഡേ മോർണിംഗ് റുട്ടീൻ ആയിട്ടാണ് ഞാൻ ഇന്ന് കാണിച്ചത്. കാരണം ഓൾറെഡി കറിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് പുട്ടുണ്ടാക്കുന്ന ചായ ഉണ്ടാക്കുന്നതിനുള്ള ചെറിയൊരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്താണ് വളരെ ചെറിയ വീഡിയോ എന്നറിയാം, എങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണുന്നതോടും വരെ ബൈ ബൈ.